ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. നമസ്കാരം. ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് അനിയത്തി ഒളിച്ചോടിപ്പോയ കഥ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ഒളിച്ചോടി പോകുന്നതിന് തൊട്ട് മുമ്പ് അനിയത്തി ഒരു ലൈവായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് പോയത്. എന്നാൽ രണ്ടെണ്ണോ ഇതുവരെ നാട് വിട്ടിട്ടില്ല. ആ പരിസരത്ത് എവിടേക്കോ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ നാട് വിട്ടിട്ടില്ല, നാട് വിടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് അനിയത്തി പിന്നെയും ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ച് നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കും. കഷ്ടം. 22 വയസ്സേ ഉള്ളൂ. എന്നാലും എൻ്റെ കൊച്ചെ, ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കാൻ നിനക്ക് തോന്നിയല്ലോ. ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നിങ്ങൾക്ക് കഥാനായകനെ കാണാൻ സാധിക്കത്തില്ല. കഥാനായകൻ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുവാണ്. അപ്പൊ ഇതുവരെ നാട് വിട്ടു പോകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൈസയില്ല. നാട് വിട്ടു പോകണമെങ്കിൽ പൈസ വേണ്ടേ? ആ കൊച്ചിന്റെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് നാണം കെട്ടവൻ. ഈ സാലറിയും കൊണ്ടുപോയി അടിച്ചു പൊളിക്കും. അവസാനം ഈ പൈസ തീർന്നു കഴിയുമ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? പൈസ തീർന്നു കഴിയുമ്പോൾ ഈ കൊച്ചിനെ കറിവേപ്പില പോലെ ഇവൻ എടുത്ത് കളയും. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ ദിവ്യപ്രേമം? എന്നിട്ട് ഈ കൊച്ചി എന്തർത്ഥത്തിലാണ് പറയുന്നത്? എന്നെ ആരും അന്വേഷിച്ചു വരല്ലേ, എനിക്ക് ചേട്ടനോട് അങ്ങ് ആത്മാർത്ഥ പ്രേമമാണ്. ആത്മാർത്ഥത അങ്ങ് തുളുമ്പുവാണല്ലോ. തേനും പാലും ഒക്കെ അങ്ങ് തുളുമ്പിക്കൊണ്ടിരിക്കുവാണ്. അവസാനം ഈ തുളുമ്പൽ അങ്ങ് നിൽക്കുമ്പോൾ ഇവളുടെ കണ്ണിൽ നിന്നായിരിക്കും പിന്നെ തുളുമ്പാൻ തുടങ്ങുന്നത്. അവസാനം കിടന്ന് കരയേണ്ടി വരും ഈ ജീവിതത്തെ ഓർത്ത്. ഇത് മാത്രമല്ല കേട്ടോ, ഈ വീഡിയോയില് ചേച്ചിക്ക് നല്ല ഒന്നാന്തരം ഒരു ഉപദേശവും കൂടി അനിയത്തി കൊടുക്കുന്നുണ്ട്. ആ ഉപദേശവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ ഉണ്ടാകാണ്ട് പിടിച്ച് വെക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. ഓ, ആ മനസ്സ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഓ, എനിക്ക് സങ്കടം വരുന്നു. ചേട്ടനെ ചേച്ചിക്കും കൂടി ഷെയർ ചെയ്യാൻ പോലും. ചേച്ചിക്ക് വേണ്ടപ്പോ ഒക്കെ പറഞ്ഞാൽ മതി, വേണ്ടപ്പോ ഒക്കെ ചേട്ടനെ വന്ന് കാണാമെന്ന്. എടി നാണം കെട്ടവളെ, നീ പറയുന്നത് എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? 22 വയസ്സില്ലേ? 22 വയസ്സിന്റെ പക്വതയെങ്കിലും കാണിക്ക്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി 3 മക്കളുണ്ട്. 3 മക്കളുള്ള ആ മക്കളെയും വഴിയാധാരമാക്കി, സ്വന്തം ചേച്ചിയെയും വഴിയാധാരമാക്കി, കൂടപ്പിറപ്പിനെയും വഴിയാധാരമാക്കി അവരുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ പറയുവാണ്, ചേച്ചിയോട് പറയുവാണ്, നാണം ഉണ്ടോ നിനക്ക്? ഇച്ചിരിയെങ്കിലും നാണം, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നീ എന്ത് വിചാരിച്ചേക്കുന്നേ? അവൻ നിന്നെ ഒരുപാട് നാള് കൊണ്ടു നടക്കുമെന്നോ? അവനിപ്പോ എന്തായാലും ഒരു 10-40 വയസ്സ് കാണും. നിന്നെക്കാട്ടി ഒരു 10-20 വയസ്സ് മൂത്തതാണ് അവൻ. ഒരുപാട് ലോകം കണ്ടവനായിരിക്കും അവൻ. സ്വന്തം ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട നിന്റെ കൂടെ, ഈ ചെറിയ പ്രായമുള്ള നിന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അവന്റെ ലക്ഷ്യം വേറെ പലതുമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഭയങ്കര ദിവ്യപ്രേമമായിട്ടൊക്കെ നിനക്ക് തോന്നും. പക്ഷെ ഈ ഒരു പുതുമ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴുണ്ടല്ലോ നീ കരയും. അല്ലെങ്കിൽ നോക്കിക്കോ, ഇവളൊക്കെ കരയും. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നതാണ്. എന്തുമാത്രം സംഭവങ്ങളാണ്. ഒരു ഉറപ്പും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണ്, എവിടെയൊക്കെ ഇറങ്ങി പോവുകയാണ്. കാശില്ല, ജോലി എന്തായാലും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ജോലി കളഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അവൻ എന്തായാലും ഇനി ജോലിക്ക് പോകത്തില്ല.
അപ്പൊ ഈ കൊച്ചിന്റെ സാലറി വാങ്ങിച്ച് ഈ കൊച്ചിന്റെ സാലറി തീർന്നു കഴിയുമ്പോൾ ഈ കൊച്ചിനെ ആർക്കെങ്കിലും വിൽക്കത്തില്ലെന്ന് വല്ല ഇതുമുണ്ടോ? ഉറപ്പായിട്ടും അവൻ ചെയ്യും. അവൻ എന്തായാലും ഒരു ആത്മാർത്ഥതയുമില്ല, അവൻ എന്തായാലും ഒരു സ്നേഹമില്ലെന്ന് നമുക്ക് കണ്ടതാണ്. അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 3 മക്കളുടെ അമ്മയായിട്ടുള്ള സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കത്തില്ലായിരുന്നു, സ്വന്തം ഭാര്യയോട് ആ ചതി ചെയ്യത്തില്ലായിരുന്നു. അവൻ ഇന്നലെ പറഞ്ഞതാണ്, ഭാര്യയ്ക്ക് ഇതെല്ലാം അറിയാൻ പോലും. എന്ത് അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അനിയത്തിയോട് അവന് ഈ ബന്ധമുണ്ടെന്ന്, ഈ വൃത്തികെട്ട ബന്ധമുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, ഭാര്യയോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ഭാര്യ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? ഇതുപോലെ ഒരുത്തനെ പിന്നെയും കൂടെ താമസിപ്പിച്ചതാണ്. ഇനി എത്രാമത്തെ വയസ്സിലാണ് ഇവക്ക് ദിവ്യപ്രേമം തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കാണിച്ചു തരാം. ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രല്ല, എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനേ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടമാണ്. എനിക്ക് 22 വയസ്സിന് 19 വയസ്സെന്ന് പറയുമ്പോൾ വലിയ അറിവും വിവരമൊന്നും ഇല്ലാത്ത പ്രായമാണ്. ആ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവനോട് പ്രേമം തോന്നുന്നത്, ചേട്ടനോട് പ്രേമം തോന്നുന്നത്. എന്നാൽ ഈ കൊച്ചിന് വേറെ ആരെയും കിട്ടിയില്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കിട്ടിയുള്ളൂ, ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കിട്ടിയുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സ്വന്തം അനിയത്തിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചേട്ടനാണ് പറഞ്ഞു തിരുത്തേണ്ടത്. ചേട്ടന്റെ സ്ഥാനമാണ്, അച്ഛന്റെ സ്ഥാനമാണ്. ഇത്രയും പ്രായം മൂത്തതായതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്ഥാനമാണ്. 20 വയസ്സോളം മൂത്തതാണ് അവന്. അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ് മനസ്സിലാക്കുക ആ കൊച്ചിനെ. ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അതൊക്കെ മാറ്റണം. പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം ആ കൊച്ചിനെ മുതലെടുത്തു, ആ കൊച്ചിന്റെ പ്രായത്തെ മുതലെടുത്തു, പക്വതക്കുറവിനെ മുതലെടുത്തു. എന്നിട്ട് ആ കൊച്ചിനെ അടിച്ചുകൊണ്ട് പോവുകയാണ് ദിവ്യപ്രേമം പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അവൻ മുഖം കാണിക്കുന്നില്ലല്ലോ, അവൻ മുഖം കാണിക്കത്തില്ല. ഇനി അവൻ നാട്ടിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്, മക്കളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവന്റെ കൂടെ മക്കള് വളർന്ന മക്കളുടെ അവസ്ഥ എന്തുവാകും? സ്വന്തം മോളുടെ സ്ഥാനത്തുള്ള ഒരു കൊച്ചിനെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇവന്റെ മക്കളുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭാര്യയെ വഞ്ചിച്ച്, മക്കളെ വഞ്ചിച്ച്, താലി കെട്ടിയ ഭാര്യയാണ് അവൻ വഞ്ചിച്ചത്. ഇവളെ വഞ്ചിക്കത്തില്ലെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഉറപ്പായിട്ടും വഞ്ചിക്കും. നാളെ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള വാർത്ത കേൾക്കാതിരുന്ന മഹാഭാഗ്യം. അങ്ങനെയൊന്നും അവൻ ചെയ്യാതെ ഇരിക്കട്ടെ. എന്തായാലും അവന് ദിവ്യപ്രേമോ അല്ല, അവന് ആത്മാർത്ഥ പ്രേമോ അല്ല, ഒന്നുമല്ല. അവൻ ഇവളെ കൊണ്ടുവന്നത് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണെന്നുള്ളത് അരിയാഹാരം തിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവളെ കറിവേപ്പില പോലെ എടുത്ത് കളയും, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇത്രയൊക്കെ വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നൊന്നും പറയാൻ സാധ്യതയില്ല. പോയി കഴിഞ്ഞാലോ, ഈ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് വല്ല ധാരണയുണ്ടോ? മുംബൈ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഇതുപോലെ ഈ രീതിയിൽ നാട് വിട്ടു പോയിട്ടുള്ള എത്ര പെൺകുട്ടികളാണെന്നറിയാമോ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അകപ്പെട്ട് കിടക്കുന്നത്. അവിടെയൊക്കെ പോയി അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ പ്രസരിപ്പൊന്നും കാണത്തില്ല. ദിവ്യപ്രേമവോ ആത്മാർത്ഥ പ്രേമവോ ഒന്നും കാണത്തില്ല. അവസാനം ജീവിതം ആ തെരുവിലൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും. അവിടെയൊക്കെ കിടന്ന് കരഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഇപ്പൊ ആരും അന്വേഷിച്ച് വരല്ലേ എന്നൊക്കെയല്ലേ പറയുന്നത്. നാളെ ആരെങ്കിലും തന്നെ ഒന്ന് അന്വേഷിച്ച് വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും തന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം വരും. സ്വന്തം അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, ആരെയും വേണ്ട, ചേട്ടനെ മതി. ഒരു ചേട്ടൻ അവനെ മോന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ 2 അടി കൊടുക്കാനാ തോന്നുന്നത്. അതെന്നുണ്ടെങ്കിൽ അവനെയല്ലേ ആദ്യം പൊട്ടിക്കേണ്ടത്, അവനെയാണ് ആദ്യം പൊട്ടിക്കേണ്ടത്. ഈ കൊച്ചിനെ അടിച്ചുകൊണ്ട് പോകുന്നതിന് അവസാനം നിങ്ങൾ നോക്കിക്കോ എന്തുമായിരിക്കും ആ കൊച്ചിന്റെ ഗതി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പോവാണ് മായിക ലോകത്ത്, സ്വപ്ന ലോകത്തിലേറി ഇങ്ങനെ പോവാണ്. പോട്ടെ, എവിടെ വരെ പോകുന്നത് നമുക്ക് കണ്ടറിയാം.